അപ്പോൾ തായ്ലൻഡിലെ മൂന്നാമത്തെ ദിവസം രാവിലെ 7 മണിക്ക് തന്നെ ഞങ്ങൾ പട്ടായയിൽ നിന്ന് ബാങ്കോങ്ങിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ തായ്ലൻഡിലെ മൂന്നാമത്തെ ദിവസം, കഴിഞ്ഞ 2 ദിവസം നമ്മൾ പട്ടായയിലായിരുന്നു. പട്ടായയിലെ കാഴ്ചകൾ നമ്മൾ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇന്ന് മൂന്നാമത്തെ ദിവസം തിരിച്ച് ബാങ്കോങ്ങിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇന്ന് ബാങ്കോങ്ങിൽ ഇന്നത്തെ ദിവസം ഫുള്ള് സഫാരി പാർക്കിലും അതുപോലെ മറൈൻ പാർക്കിലുമാണ്. ഈ സഫാരി പാർക്കിന്റെയും മറൈൻ പാർക്കിലെയും ഇവിടെ ഒറാങ്കുട്ടൻ ഷോ, അങ്ങനെ പിന്നെ കുറേ ഷോകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകളും വീഡിയോകളുമാണ് ഇന്നത്തെ ഒരു കാഴ്ചയിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിലേക്ക്. അപ്പോൾ സഫാരി പാർക്കിലേക്ക് കയറി. ഇപ്പോൾ രാവിലെ നേരത്തെ തന്നെ പോകുന്നത് ഫസ്റ്റ് 10:30 ഇവിടെ ഒറാങ്കുട്ടാൻ ഷോ, ഫസ്റ്റ് ഷോ ഒറാങ്കുട്ടാൻ ഷോ ആണ്. അത് മിസ് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ തന്നെ പോകുന്നത് കേട്ടോ. ഇവിടെ കണ്ട ഒരു ടിക്കറ്റിൻ്റെ കൗണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്, രസകരമായിട്ട് ടിക്കറ്റിൻ്റെ കൗണ്ടറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഒറാങ്കുട്ടൻ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം. ഇത് വലിയൊരു വിശാലമായൊരു കാട് ഏരിയ ആണ് കേട്ടോ, കാടായിട്ടുണ്ടാക്കിയൊരു ഏരിയയാണ്. അപ്പോൾ കുറേ നടക്കാനുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളിതാ ഇവിടെ വലിയൊരു അക്വേറിയം, അതിനുള്ളിലൂടെ കയറി. നിറയെ വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. വലിയൊരു അക്വേറിയമാണ്. ഈ അക്വേറിയത്തിലൂടെ കയറിയിട്ടാണ് ഈ ഒറാങ്കുട്ടൻ ഷോ നടക്കുന്ന ഭാഗത്തേക്ക് പോകുന്നത്. ഏകദേശം 200 ഏക്കറോളം വരുന്ന വലിയൊരു പാർക്കാണ് ഈ സഫാരി പാർക്ക് എന്ന് പറയുന്നത്. സഫാരി പാർക്കും മറൈൻ പാർക്കും അത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ നമുക്ക് പക്ഷി മൃഗാദികളൊക്കെ കാണാം. അപ്പോൾ ഇതാ ഇവിടെയാണ് ഒറാങ്കുട്ടൻ ഷോ നടക്കുന്നത്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സഫാരി പാർക്കിൽ ഇതുപോലെ ഇങ്ങനെയുള്ള കുറേ ഷോകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഒറാങ്കുട്ടൻ ഷോൻ്റെ സ്ഥലത്തെത്തി. കുറേ ആളുകൾ വന്നിട്ടുണ്ടോ. ഇതാ ഇവിടെ ഗാലറിയൊക്കെ ഫുള്ളായി. ഇനി ബാക്ക് പോയിരിക്കേണ്ടി വരും. ഞങ്ങൾക്കത് അവിടെ ബാക്കിലാണ് സീറ്റ് കിട്ടിയത് ഗാലറിയിൽ. അപ്പോൾ അവിടെ ഷോ തുടങ്ങിയിട്ടുണ്ട്. ഒറാങ്കുട്ടൻ ഷോ തുടങ്ങുകയാണ്. ഇതാ ഒറാങ്കുട്ടൻകാർ ഇതാ മുകളിലൂടെ വരുന്നു. അയ്യ കണ്ടാ. അപ്പോൾ ഇനി ഇവരുടെ ഷോ ആണ്. നല്ല ബുദ്ധിയുള്ള ജന്തുക്കളാണ് കേട്ടോ ഈ ഒറാങ്കുട്ടന്മാർ. അപ്പോൾ അവരുടെ ഷോ ആണ്. അവിടെ റിങ്ങൊക്കെ കെട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നതോ ഇവരും വലിയൊരു ഗുസ്തി എന്തൊക്കെയാണെന്ന് തോന്നുന്നു. ആദ്യം ഇതാ ഇവരുടെ ഒരു മ്യൂസിക്കാണ്, ഒറാങ്കുട്ടന്മാർ നയിക്കുന്ന ഒരു മ്യൂസിക്കാണ്. അത് കഴിഞ്ഞ് ഇവരുടെ ഷോ തുടങ്ങിയിട്ടുണ്ട്. കാണുന്നവരെ വല്ലാതെ ചിരിപ്പിക്കുന്ന ഒരു ഷോയും കൂടിയാണ് കേട്ടോ ഈ ഒറാങ്കുട്ടന്മാരുടെ ഷോ. അത്രത്തോളം പ്രാക്ടീസ് ഉണ്ടായിരിക്കും തോന്നുന്നു, കാരണം അത്ര നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് ഇവരുടെ ഷോ നടക്കുന്നത്. അവരുടെ ഗുസ്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഷോ ആണ് ഈ ഒറാങ്കുട്ടൻ ഷോ. അതിൻ്റെ ഇടയിൽ കുറേ കോമഡി തമാശകളൊക്കെ ഉണ്ട്, ആളുകൾക്ക് ചിരിക്കാനൊക്കെ പറ്റുന്ന തമാശകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കുറേ സമയം എടുക്കുന്നതാണ്. അപ്പോൾ അത് മുഴുവൻ കാണിക്കുന്നില്ല. അത് ഷോ കഴിഞ്ഞു. ഇത് അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ സംവിധാനമുണ്ട് ഒറാങ്കുട്ടന്മാരോട് കൂടെ. അപ്പോൾ ഇതാ ഈ ഷോ ഇവിടെ കഴിഞ്ഞു. നമ്മളൊന്ന് നീട്ടി വലിച്ച് വീഡിയോ വലുതാക്കുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഷോ കാണാനാണ് ഇപ്പോൾ ഇനി അടുത്ത് പോകുന്നത്. ഇത് ഓരോ ഷോവും ഓരോ സ്ഥലത്താണ്, കുറേ ദൂരം നടക്കാണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ. ഒരു ഷോ ഒരു സൈഡിലാണെങ്കിൽ മറ്റൊരു ഷോ വേറെ സൈഡിലാവും. ഇപ്പോൾ നമ്മൾ അടുത്ത ഷോയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എലഫൻറ്റ് ഷോ ആണ്, ആനകളുടെ ഒരു ഷോ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതവിടെ ഇവിടെയും ആളുകളൊക്കെ തിരിച്ചുവിടെത്തി. ഈ ഒരു ദിവസം കയറുന്ന ആളുകൾ ഈ ഷോ കാണാൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇത് ആനകളുടെ ഷോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ആനകളുടെ ഷോ ആണ്. ഇവിടെ ആനകൾ ഇതാ കാണികളെ അഭിവാദ്യം ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതാ ആനകൾ ഇതൊരു ചിത്രം വരക്കുന്നുണ്ടോ. നല്ല മനോഹരമായൊരു ചിത്രമാണ് ആനകൾ പെയിൻറ്റിങ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആനകളുടെ ഇതുപോലുള്ള ഷോകളാണുള്ളത്. പിന്നെ ഇതാ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ആനകൾ. ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ഷോകളാണ് ഈ ആനകളുടെ ഷോകളുള്ളത്. അപ്പോൾ ഈ ഇതാ എലഫൻറ്റ് ഷോവും കഴിഞ്ഞ് എല്ലാം ഇങ്ങനെ ഓടിച്ചു വിടുന്നേ ഉള്ളൂ കേട്ടോ. കാരണം അല്ലെങ്കിൽ ഓരോ ഷോവും കാണാൻ അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറോളൊക്കെ നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതും കാണാത്തത്. ഇനി ഇതാ അടുത്ത് സ്പൈ വാർ കാണാൻ പോകുന്നത്. ഇത് ഒരു കൗബോയ് ഷോ ആണ്. അപ്പോൾ ഇതെന്താന്ന് പോയി നോക്കാം. എല്ലാം ഇതുപോലെ ഇതാ ഇതും ഇതൊരു ആംഫി തിയേറ്റർ പോലെ ഒരു ഗാലറി ഷോ ആണ്. ഇവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ട്. ഒരു പൂളുണ്ട്, ആ പൂളിൻ്റെ ചുറ്റുമുണ്ട്. ഞങ്ങളെല്ലാവരും അവിടെ ഗാലറിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഷോ തുടങ്ങുന്നുണ്ട്. ഇതാ ഒരു പെണ്ണ് ഇതാ ചാടി, പൂളിലേക്ക് ചാടി. ഈ ഷോൻ്റെ ഒരു തീം എന്ന് വെച്ചാൽ ഒരു കൊള്ളസങ്കേതം. ആ കൊള്ളസങ്കേതം അറ്റാക്ക് ചെയ്തിട്ട് കീഴ്പ്പെടുത്താൻ വരുന്ന നായകന്മാർ, അവർ തമ്മിലുള്ള സംഘട്ടനങ്ങൾ, അതിൽ വെടിയും പുകയും ബ്ലാസ്റ്റും എല്ലാം ഉണ്ട് കേട്ടോ. അതൊക്കെ ചേർന്നുള്ളൊരിതാണ്. പഴയ നമ്മുടെ ഒരു എം എൻ നമ്പ്യാർ സിനിമ സ്റ്റൈലിലെ പരിപാടികളാണ്.
സഫാരി പാർക്കിൽ ഒരു ഫുൾ ഡേ മുഴുവനായിട്ട് പോകണം കേട്ടോ. കുറേ ഷോകളുണ്ട് ഇവിടെ. പോലെ കുറേ സ്ത്രീകളുണ്ട്, അവർ വശീകരിക്കുന്നു, നായകരെ വശീകരിക്കുന്നു. അങ്ങനെ ഒരു കറക്റ്റ് ഒരു തീം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സിനിമ സ്റ്റൈലിലാണ് ഇവരുടെ പരിപാടികൾ മുഴുവൻ ഈ ഒരു ഷോയിലുള്ളത്. ഇവിടെ കൊള്ളസങ്കേതത്തിൽ ആദ്യം കയറിയ നായകൻ്റെ ഒരാളെ പിടിച്ച് കെട്ടിട്ട് ഗ്യാസ് ചേമ്പറിലിട്ട് ഉരുക്കിക്കളയാൻ തോന്നുന്നു കേട്ടോ. അതൊരു ഗ്യാസ് ചേമ്പറിലൊക്കെ ഇട്ടാണ് അയാളിതാ എല്ലും തോലുമായി മാറി. അപ്പോൾ ഇതുപോലുള്ള ഷോകളാണ്. ഇതിനിടയിൽ ഈ സ്പീഡ് ബോട്ടുകളൊക്കെ വരുന്നുണ്ട്. തലങ്ങും പലങ്ങും വെടിയാണ്, വെടിയും മിസൈലും ഒക്കെ ഉണ്ട്. മുകളിലൂടെയൊക്കെ ആളുകൾ വരുന്നുണ്ട്. അവിടുന്ന് വെടിവെക്കുന്നു, ആൾ പോകണം, താഴേക്ക് പോകണം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു തീമാണിത്. സ്പീഡ് ബോട്ടൊക്കെ വന്നിട്ട് വെള്ളം നമ്മുടെ ഗാലറിയിലൊക്കെ അടിച്ച് ചീറ്റി നമ്മളൊക്കെ നനച്ചു. പഴയ നമ്മുടെ ഒരു എം നമ്പ്യാർ സിനിമയുടെ ഒരു സെറ്റപ്പ്, ഒരു സ്റ്റൈല്, അതുപോലുള്ള അടി വിടി വെടി. ഹെലികോപ്റ്ററൊക്കെ ഉണ്ട് മുകളിൽ. അതിൻ്റെ ഇടയിൽ കുറേ ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട്. സംഘടന അടി വിടി നടക്കുന്നത്. അവിടെ വെടി കൊണ്ടൊരാൾ തൂങ്ങി നിൽക്കുന്നു, മരിച്ച് തൂങ്ങി നിൽക്കുന്നു. താഴെ വെള്ളത്തിലടക്കം തീ പിടിച്ച് ബ്ലാസ്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു ബ്ലാസ്റ്റ് കിടക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. അത് കഴിഞ്ഞ് പോകുന്ന ഇവിടെ ഒട്ടകങ്ങളൊക്കെ കാണാം. ഇനി നമ്മൾ അടുത്ത ഷോക്ക് മുമ്പ് നമ്മുടെ ലഞ്ചാണ്. ഇതാണ് വലിയ വിശാലമായൊരു മെസ്സ് ഹാളുണ്ട് കേട്ടോ. ബുഫേ സംവിധാനമാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചു. നമുക്കിവിടെ രണ്ട് വിധം റെസ്റ്റോറൻറ്റുകളുണ്ട്. തായ് റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. നമ്മളോട് ആദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഓപ്റ്റ് ചെയ്തിരുന്നു. ഇനി ഇത് അടുത്ത് ഡോൾഫിൻ ഷോ കാണാനോ പോകുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം. ഇതിവിടെ ഡോൾഫിൻ ഷോൻ്റെ ഗാലറിയാണ് ഈ കാണുന്നത്. അവിടെ ഡോൾഫിനുകളെ അറ്റൻഡൻസ് എടുക്കുന്നു. ഓരോ ഡോൾഫിനുകളും പേര് വിളിക്കുമ്പോൾ വന്ന് പൊന്തി വരുന്നുണ്ടോ. ഡോൾഫിൻ ഷോ അത്യാവശ്യം നല്ലൊരു ഷോ ആണ് കേട്ടോ. കണ്ടോ, ആയിവ ചാടി വീഴുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് മറ്റ് ഒരു സ്ഥലങ്ങളിൽ ഇത്ര ഭംഗിയായിട്ട് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ടോ എനിക്കറിയില്ല. ഏതായാലും ഡോൾഫിൻ ഷോ നല്ലൊരു രസമുള്ള ഷോ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് രണ്ട് പാർക്കാണ്. ഇത് സഫാരി വേൾഡ് ഇതും അതുപോലെ മറൈൻ പാർക്കാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് 1170 ബാത്തം കണ്ടാണ് കേട്ടോ. ഡോൾഫിനുകൾ ഇതാ കരയ്ക്ക് കയറി ഡോൾഫിനുകൾക്ക് ഉമ്മ കൊടുക്കുന്നു. നല്ല ബുദ്ധിയുള്ള ജന്തുക്കൾ തന്നെയാണ് കേട്ടോ ഈ ഡോൾഫിനുകൾ. അപ്പോൾ അങ്ങനെ ഡോൾഫിൻ ഷോ ഇത് അവിടെ അവസാനിക്കണം. എല്ലാം ഓടിച്ചു വിടുന്നുള്ളൂ കേട്ടോ. ഞാൻ വീഡിയോയിൽ ഇപ്പോൾ 1 മണിക്കൂറോളം നീളുന്ന ഷോ ആണ്. ഇവിടുന്ന് ഡോൾഫിനോടൊപ്പം ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട്. ഇവിടെ കണ്ടോ നല്ല ചൂടാണ്. ആ ചൂടിനെ പ്രതിരോധിക്കാൻ ഇവരിങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇവിടെ ഫാനും നല്ല സ്പ്രേ ഉണ്ട്. അത് അത്യാവശ്യം ഒരു ആശ്വാസമാണ്. ഇവിടെ നമ്മൾ ടൈഗർ ടോപ്പിയെ പോലല്ല. ഇവിടെ കടുവക്കുട്ടിയെ മടിയിൽ ഇരുത്തിയിട്ട് നമുക്ക് പാലൊക്കെ കൊടുക്കാം. അതിന് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സീലൈൻ ഷോ കാണാനാണ് പോകുന്നത്. അപ്പോൾ ഓരോ ഷോകളും പറഞ്ഞില്ലേ, കുറേ ദൂരം അങ്ങോട്ടും കൊണ്ട് നടക്കും, കുറേ അങ്ങോട്ട് കിടക്കും, കുറേ ഇതുപോലെ ഇങ്ങോട്ട് തിരിച്ചു കിടക്കും. ഒരു ഷോ ആ തലക്കലാണെങ്കിൽ ഒരു ഷോ വേറെ തലക്കലായിരിക്കും. അത്രയും വിശാലമായൊരു ഏരിയയാണ്, കാട് പോലുള്ള ഒരു ഏരിയയാണ് ഇത്. ഇവിടെ കുറേ അതുപോലെ പർച്ചേസിങ്ങിനൊക്കെ സംവിധാനമുണ്ട്. നമ്മുടെ സീലൈൻ ഷോ തുടങ്ങിയിട്ടുണ്ട്. 3 സീലൈനുകളാണുള്ളത് കേട്ടോ. അതിൻ്റെ ഷോകളാണ് കാണുന്നത്. ഈ സീലൈനും ഇതുപോലെ തന്നെ മനുഷ്യനുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്ന അടുത്ത് ഇണങ്ങുന്ന ഒരു മൃഗമാണ്. ഉണ്ടോ സീലൈൻ്റെ ഷോകൾ കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഷോകളുള്ളത്. സീലൈൻ ഷോ ആണ്. ഓരോ ഐറ്റം കഴിയുമ്പോൾ സീലൈനുകൾ ഓടി വരുന്നുണ്ട് കേട്ടോ. ഓടി വരുന്നത് അവരെന്നെ കൈ കൊട്ടുന്നു. പിന്നെ ഇതിനൊക്കെ അവർക്ക് മീൻ കൊടുക്കുന്നുണ്ട്. ഓരോ ഷോ ഭംഗിയാക്കുന്നതിനനുസരിച്ച് മീൻ കൊടുക്കുന്നുണ്ട്. ആ മീൻ കിട്ടാനോ ഓടി വരുന്നത്. ഓരോ റിങ്ങിലൂടെ ചാടി കഴിഞ്ഞാൽ നേരെ ഓടി കയറി വരും. ഇതെല്ലാം നല്ല ലോക നിലവാരമുള്ള ഷോകളാണെന്ന് തന്നെ പറയാം കേട്ടോ. നല്ല ഷോകളാണ്. അത്യാവശ്യം നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള മൃഗങ്ങളും അതുപോലെ ആളുകളുമാണ്. പിന്നെ അവിടുന്ന് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ഷോ കൂടി ഉണ്ട്. അവിടെ ഒറാങ്കുട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള സംവിധാനമുണ്ട്. 800 ബാത്തം കണ്ടിട്ടോ. ഒറാങ്കുട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ബേഡ്സൊക്കെ ഉണ്ട്. ബേഡ്സ് ഷോ വേറെ ഉണ്ട്. അത് ലാസ്റ്റാന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഷോ കാണാനാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അതുപോലെ ഇവിടെ ഇതിനുള്ളിൽ ഇതുപോലെ നദി പോലെ ഉണ്ട്. നല്ല മനോഹരമായ സ്ഥലങ്ങളുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ. ഇത് അടുത്തത് ഒരു കൗബോയ് ഷോ ആണ്. ഇതും അതുപോലെ ഒരു സ്ട്രീറ്റും അതിലൂടെയുള്ള സംഘടനകളും ഒക്കെയാണ് ഇതിനുള്ളത്. അടിയും ഇടിയും ഒക്കെയാണ്. ഭയങ്കര ബ്ലാസ്റ്റ്. ഇവരൊക്കെ വളരെ തന്മയത്വത്തോടെ ഉണ്ട് അഭിനയിക്കുന്നത്. ഓരോ സംഭവം കാണുമ്പോൾ നമ്മളത് ഒറിജിനൽ ആണെന്ന് തോന്നുന്ന തലത്തിലാണ് ഇവരുടെ അഭിനയങ്ങൾ. ചിലപ്പോൾ മുകളിൽ നിന്നൊക്കെ താഴെ വീഴുന്നത്. എങ്ങനെ ഈ പരിക്ക് പറ്റാതെ മുകളിൽ താഴെ വീഴുന്നത് അറിയില്ല. മൊത്തത്തിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മളെ എല്ലാ ഷോവും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിടുന്നുള്ളൂ. ഇവിടെ എന്തൊക്കെ ഷോകൾ ഉണ്ട് എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. മറ്റേത് നമ്മൾ മുഴുവനായിട്ട് കാണിക്കണമെങ്കിൽ
മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഈ ഒരു വീഡിയോൻ്റെ ലെങ്ത് പോകും. അത്രയും നീണ്ട് ആണ് ഷോ ഉള്ളത്. അപ്പോൾ അടിയും പിടിയും കുതിരകളും എല്ലാം ഉണ്ട്. വെടിവെച്ച് ആൾ വീഴുന്നു, അതുപോലെ ആൾ വന്ന് വീഴുന്നു, ആളെ പിടിച്ച് ചവിട്ടി. അങ്ങനെയുള്ള കുറേ ഷോകളാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ പല ഭാഗങ്ങളും ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞു വീഴുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം നമ്മുടെ വീഡിയോയിൽ എല്ലാം കൂടി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ചേറിൽ തൂങ്ങി അഴുന്നു വീഴുന്നു, അതുപോലെ ഇതാ ചവിട്ടി. അയ്യോ, അതാ കിണറ്റിലേക്ക് പോയി. കിണറ്റിന്ന് പോയി അവിടുന്ന് വെള്ളമൊക്കെ മുകളിലേക്ക് ചീറ്റുന്നുണ്ട്. അടുത്ത ആൾ കിണറ്റിലേക്ക് വീണു. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ആ കിണറ്റിലേക്കൊരു ബോംബം തൊട്ട് അതിനുള്ളിൽ ബ്ലാസ്റ്റ് ചെയ്ത്. അപ്പം ഇങ്ങനെയുള്ള ഷോകളാണ്. ഏതായാലും സഫാരി വേൾഡിലെ ഷോ കഴിഞ്ഞ് നമ്മളിതായി അടുത്ത മറൈൻ പാർക്കിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് നമുക്കൊരു ഷോ കൂടി ബാക്കിയുണ്ടായിരുന്നു, ബേർഡ് ഷോ. അത് നമ്മൾ കാണാൻ നിന്നിട്ടില്ല, സമയം കുറേ ആയി. കുറേ വന്നിട്ട് വെയിൽ കൊണ്ട് എല്ലാം മടുത്തു ചെയ്തു. ഒരുപാട് പക്ഷികളാട്ടോ അവിടെ. മറൈൻ പാർക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതാ മുന്നിൽ പോകുന്നില്ലേ ഒരു വാഹനം, അതുപോലെ നമ്മൾ വാഹനത്തിനകത്തും മൃഗങ്ങൾ സ്വതന്ത്രമായിട്ട് ആണ് കഴിയുന്ന ഒരു സൂ ആണ് എന്താ ഈ മറൈൻ പാർക്ക്. അതാ സീബ്ര ഒക്കെ അതാ സൈഡിലൂടെ പോകുന്നു. അപ്പോൾ അവരുടെ ആ പിന്നെ ഗ്രില്ല് വെച്ചിട്ടുള്ള വണ്ടിയിൽ പോകണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇതിപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമുക്കത് പോവാം. ജിറാഫുകളുടെ ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ട്. റൈൻ ഹൗസ് ഉണ്ടോ? റൈൻ ഹൗസ് ഉണ്ട്. ഒരുപാട് മൃഗങ്ങളുണ്ട് കേട്ടോ. മൃഗങ്ങളൊക്കെ അവരുടെ ആ പിന്നെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ വിട്ടിട്ട് നമ്മൾ വണ്ടിക്കകത്ത് നിന്നിങ്ങനെ പോകുന്നത്. അത് ഒരാളിതാ ബാക്കിൽ കയ്യും കെട്ടി പോകുന്നുണ്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സൂ ആണ് ഇവിടെ ഉണ്ട്. ഇനി വന്യമൃഗങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്. ദേശാടന പക്ഷികളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട്. ലോകത്തിലെ എല്ലാവിധ പക്ഷികളും ഇവിടെ ഉണ്ട്. ഇനി ഇതാ നമ്മൾ അതിൻ്റെ വൈൽഡ് ആനിമൽസുള്ള ഏരിയയിലേക്ക് ഇതാ കണ്ട കാട്ടിലെ രാജാക്കന്മാരാണ്, സിംഹങ്ങളാണ് ഇങ്ങനെ കിടക്കുന്നത്. അതിലൊരു സിംഹം എന്താ ഒരു പക്ഷിയെ പിടിച്ച് കഴിക്കാൻ തിന്നെന്ന് തോന്നുട്ടോ. അവിടെ കണ്ട ഒരു പക്ഷിയാണ് തിന്നു തോന്നുന്നു. ഇതാ കണ്ടോ, അതാ മുതലിതേ ഇരിക്കുന്നു. കടുവ ഒന്നല്ല കേട്ടോ, ഇവിടെ കുറേ കടുവകളുണ്ട്. എല്ലാം നല്ല സൈസുള്ള കടുവകളാണ്. ഹലോ, ഇവരിങ്ങനെ സ്വന്തമായിട്ട് പോകാം. നമ്മളെ കാറിൽ ഇങ്ങോട്ട് വരുന്നൊന്നുമില്ല കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്, ഈ ഗ്രില്ല് വാഹനത്തിൽ ഇവരിങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത്. ഉള്ള സൈസുള്ള കടുവകളാണ്. ഒരുപാട് കടുവകളുണ്ട്. ഇവിടെ ഒന്ന് കിടക്കുന്നുണ്ട്. ഒന്നതവിടെ ഈ വെള്ളത്തിലിതാ നീന്തുന്ന ഒരു കടുവ. അപ്പോൾ ഇതുപോലല്ല, നമുക്ക് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. നമ്മൾ ഏത് വണ്ടിയിലാണ് വരുന്നത് വണ്ടിയിൽ തന്നെ ഇരിക്കണം. ഗ്ലാസ്സൊക്കെ പൊക്കിയിരിക്കണം, ഗ്ലാസ് കയറ്റാനൊന്നും പാടില്ല. അങ്ങനെതാ നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ ഇവിടെ ദാ ഹിപ്പോകൾക്ക് തീറ്റ കൊടുക്കുന്ന മാനുകളുണ്ട്. ഹിപ്പോകൾക്ക് പത്തൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അടുത്ത ഒരാളിത് അവിടെ കരടി. അപ്പോൾ ഇതൊക്കെയാണ് മറൈൻ പാർക്കിലെ കാഴ്ചകൾ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി തിരിച്ച് ഞങ്ങൾ ബാങ്കോക്കിൽ സ്റ്റേയിലേക്ക് പോവുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞങ്ങളെ ബാങ്കോക്കിലെ ഈ പിന്നെ ഫസ്റ്റത്തെ ദിവസത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. മറൈൻ പാർക്കും അതുപോലെ സഫാരി പാർക്കിൽ ഓപ്പൺ ആയിട്ടുള്ള നമ്മുടെ വണ്ടിയിൽ പോയിട്ടാണ് കാഴ്ച. അപ്പോൾ ആ കാഴ്ചയുടെ വീഡിയോകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. ഇനി ഞങ്ങളുടെ ബാങ്കോക്കിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ഇന്നവിടെ സ്റ്റേ ചെയ്ത് നാളെ കുറച്ച് ടെമ്പിൾ ടൂറുകളും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫുക്കറ്റിലേക്ക് പോകും. അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ബൈ.